നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബിഗ് ബോസിലെ ജാസ്മിൻ ജാഫറിന്റെ ഭാവി വരനായ അഫ്സലിക്ക ബിഗ് ബോസിലേക്ക് വന്നാൽ എങ്ങനെയിരിക്കും? അങ്ങനെ ഒരു പോസിബിലിറ്റി നിങ്ങൾ തള്ളിക്കളയേണ്ട. കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ അഫ്സലിന് ബിഗ് ബോസിലേക്ക് വരാൻ, അഫ്സൽ ഈ പറയുന്ന ബിഗ് ബോസ് വിളിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞ ന്യൂസ്. മനസ്സിലായോ? അതായത് ഹിന്ദിയിലേക്ക്, മറ്റു പല ഭാഷകൾ ഹിന്ദിയിലേക്ക് സ്ഥിരം സംഭവിക്കുന്ന ഒരു സിനാരിയോ ആണ് ഇത്. അതായത് പുറത്ത് റിലേഷൻ കാണും, അകത്ത് വന്നിട്ട് മറ്റൊരു റിലേഷനിലായി അവരിവിടെ കട്ടപ്രണയം, അല്ലെങ്കിൽ അവരൊക്കെ അവിടെ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് ലവ് ഇതൊക്കെ പിന്നീട് ഇങ്ങനെ അഭിനയിച്ച് നടക്കും. ഈ പുറത്തെനിക്ക് റിലേഷൻ ഇല്ല എന്ന് പറഞ്ഞ് അവനെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, ആ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നറിയോ? പുറത്തുള്ള കാമുകൻ അല്ലെങ്കിൽ കാമുകീനെ, കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് കാമുകിയാണ് കയറ്റിവിട്ടത്. കാമുകനെ കയറ്റിവിടുന്ന സംഭവമുണ്ട്. അപ്പം അങ്ങനെയുള്ള കാമുകനെ ബിഗ് ബോസിനകത്തോട്ട് കയറ്റി വിടുകയും അത് വലിയൊരു ചർച്ചാ വിഷയമാവുകയും TRP കുത്തര കുതിക്കുകയും ചെയ്യുന്ന സംഭവമുണ്ട്. അത് മലയാളത്തിലേക്ക് വരുന്നു. ഈ സീസണിൽ ഈ പറയുന്ന അഫ്സലിനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 നമുക്ക് കാണാൻ സാധിക്കും. അഫ്സൽ വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ പെട്ടു എന്നല്ല, 100 അട്ടപട്ടലം പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബിഗ് ബോസിൽ ഈ സംഭവം അറിയിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നൊരു സംഭവം കൂടി കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ ഇൻ കേസ് ഈ പറയുന്ന ബിഗ് ബോസ് ഈ പറയുന്ന അഫ്സൽ ഇപ്പൊ ഇവിടെ ഇല്ല, എനിക്ക് തോന്നുന്നു മലേഷ്യയിൽ അങ്ങോട്ട് എന്തോ ആണ്. പുള്ളി ഭയങ്കര മാനസികമായിട്ട് തകർന്നിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഈ പറയുന്ന ഈ ജാസ്മിന്റെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒരു റാൻഡം ആയിട്ട് വന്നിട്ട്, അതായത് ആരോ വന്നതിന് ഇങ്ങനെ കല്യാണം ആലോചിക്കാൻ, ഞാനിങ്ങനെ പുര നിറഞ്ഞു നിൽക്കുന്ന പെണ്ണായിരുന്നു, അങ്ങനെ കല്യാണത്തിന് മുട്ടി നിന്നപ്പോൾ അവർക്ക് മുട്ടി നിന്ന മറ്റേ ഒരുത്തം വന്നിട്ട് കല്യാണം ആലോചിച്ചു പോയി എന്ന ലാഘവത്തോടെ പറഞ്ഞു വിട്ടത് ഈ അഫ്സലിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നതല്ല. ഈ അഫ്സൽ പറയുന്നത് നമ്മൾ അറിഞ്ഞതെന്ന് വെച്ചാൽ 7 മാസം കൊണ്ട് ഏതാണ്ട് ഇവളുടെ എല്ലാ സകല കാര്യങ്ങളും കൂടെ നടന്ന് ഈ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി പോലും ഏറ്റവും കൂടുതൽ പിന്നീട് അവിടെ കൂടെ നിന്ന ഒരു വ്യക്തി കൂടിയാണ് അഫ്സൽ. അതുമല്ല, ഈ ബിഗ് ബോസിന് പോണതിന് തൊട്ട് മുമ്പ് ഇവരുടെ ഉറപ്പിക്കൽ അല്ലെങ്കിൽ എൻഗേജ്മെന്റിന് വരെ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് അത് അഫ്സലല്ല, ജാസ്മിനാണെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ജാസ്മിനാണ് ഈ പറഞ്ഞ ഇങ്ങനെ ഈ ബിഗ് ബോസിന് പോണതിന് മുമ്പ് ഇങ്ങനെ ഒരു ഉറപ്പിക്കൽ ചടങ്ങ് നടക്കണമെന്ന് നിർബന്ധിച്ച് അങ്ങനെ ഒരു ഉറപ്പിക്കൽ ചടങ്ങ് നടത്തിയത്. ബിഗ് ബോസ് കഴിഞ്ഞു വന്നതിന് ശേഷം മാരേജ് എന്നുള്ള ലെവലിൽ പോയ ജാസ്മിൻ അവിടെ നിന്ന് ഒരു മൊഞ്ചനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ അക്കരപ്പച്ച എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അവിടെ ഒരു ബേസിക് ക്യാരക്ടർ ആയിരിക്കാം അത്, പുതിയ ഒരുത്തിനെ കണ്ടപ്പോൾ മറന്ന് ഇവന്റെ ഇത്രയും കാലം കൂടെ നിൽക്കുകയും അവൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത്, വീട്ടുകാരടുത്തൊക്കെ ഫൈറ്റ് ചെയ്ത് അവൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്ത അഫ്സൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തേക്കുക മാത്രമല്ല ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാതെ, അത് ഈ പറഞ്ഞ അതോ ഒരുത്തം വന്ന് കല്യാണം ആലോചിച്ച് വന്നു പോയതാണ്, അല്ലാതെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ബിഗ് ബോസ് കഴിഞ്ഞ് ഞാൻ അവിടെ വന്ന് എനിക്ക് തോന്നണമെങ്കിൽ, പണ്ട് ദിൽഷു പറഞ്ഞോളൂ, എനിക്ക് അങ്ങനെ തോന്നണമെങ്കിൽ ഞാൻ കെട്ടാം എന്നുള്ള ലെവലിൽ പറഞ്ഞത് അഫ്സലിന് ഒരിക്കലും അത് പിന്നെ എന്താണ് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അഫ്സലിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഫ്സല് ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസിലെ അണിയറ പ്രവർത്തകരും ഇതിനു വേണ്ടിയിട്ട് ചിന്തിക്കുന്നു എന്നുള്ള ഒരു ന്യൂസും വരുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ 1.5 TRP ആയിരിക്കും. ഈ പറഞ്ഞ ജാസ്മിനെ വലിച്ചു കീറി ഒട്ടിക്കും. ജാസ്മിന്റെ ആ പ്രതികരണം, ജാസ്മിന് ഇനി എന്തു മറുപടി പറയും എന്നുള്ളതാണ്. അഫ്സൽ ഓരോന്നായിട്ട് എടുത്ത് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ എന്തായാലും ഈ ആഴ്ചയോ അടുത്ത ആഴ്ച നടക്കത്തില്ല, അതിൽ വരും ആഴ്ചകളിൽ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഒരു 30% പോസിബിലിറ്റി ഞാൻ പറയുന്നു. അഫ്സൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ പറയുന്ന ജാസ്മിന്റെ ഭാവി വരൻ ബിഗ് ബോസിലേക്ക് വന്ന് ജാസ്മിനെ വലിച്ച് കീറുന്ന രംഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.